ഇത്രയും വലിയ അലിഗേഷൻ ഇവിടെ ഇത് ആരോപണത്തിന്റെ ഘട്ടത്തിൽ നിന്ന് അത് ശരിക്കും തെളിവുകളിലേക്കും പരാതിയുമായിട്ടും ഒക്കെ മാറുന്നതിന് കാരണം അതൊരു ഭരണപക്ഷ MLA ആണ് ഉന്നയിച്ചത്. ഇത് തന്നെയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇനിയിപ്പോൾ അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അൻവറിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ? ഇതിപ്പോൾ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണോ? ഒരു വൻമരം വീഴുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ പാർട്ടിയിൽ മറ്റുള്ളവർ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതാണോ? മറ്റൊരു വിഭാഗീയത CPM-ൽ ഉണ്ടാകാൻ പോവുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, അതൊന്നും ഇപ്പോൾ പൊതുസമൂഹത്തിന് അത്ര പ്രസക്തമായ കാര്യങ്ങളല്ല. പ്രസക്തം എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘത്തിന്റെ പിടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോയിട്ടുണ്ട് എന്ന് ഒരു ഭരണപക്ഷ MLA പറയുന്നതാണ്. അൻവർ അന്ന് പറഞ്ഞ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഈ ദാവൂദ് ഇബ്രാഹിമിനോടാണ് MR അജിത് കുമാറിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, MR അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ കോളിനെ കുറിച്ച് പോലും അൻവർ പറയുകയാണ്. അതിൽ ഒരു വശത്തുള്ളത്, ടെലിഫോണിന്റെ ഒരു വശത്തുള്ളത് അധോലോക സംഘത്തിൽപ്പെട്ടയാളാണെന്ന് പറയുകയാണ്. അതൊരു കൊള്ള സംഘമാണ്. അതിനെപ്പറ്റി താൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെയാണ്. അപ്പോൾ ശശിയും അജിത് കുമാറുമായുള്ള ബന്ധം പറയുന്നു, അവിടെ ഈ കൊള്ള സംഘത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, കള്ളക്കടത്ത് പറയുന്നു, സ്വർണം പൊട്ടിക്കൽ പറയുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് വേണ്ടേ? എന്തുകൊണ്ട് പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി അത് പറയുന്നില്ല? ഈ ഒരു അന്വേഷണ പ്രഹസനമല്ലാതെ അന്വേഷണം ആർക്ക് വേണം? അതിലൊരു കാര്യവുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു മറുപടിയെങ്കിലും വേണം. തൻ്റെ ഓഫീസിൽ അവതാരങ്ങളാണോ ഉള്ളത്, ആ അവതാരങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ തനിക്ക് കഴിയുന്നില്ലേ എന്ന്. മഞ്ജുഷ, ഇത് പല കാലഘട്ടങ്ങളിൽ നാം പലപ്പോഴായി ഇങ്ങനെ ദുരാരോപണങ്ങളുടെ മുൾമുനയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിർത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ പല ഘട്ടങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക, പക്ഷെ അന്നൊന്നും ഒരു മൂന്നാം കക്ഷിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവിടെ ഒരു മൂന്നാം കക്ഷിയല്ല, ഭരണപക്ഷ MLA ആണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെ ഈ മൂന്നാം കക്ഷിയുടെ ആരോപണവുമായി താങ്കൾ താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ഭരണപക്ഷ MLA കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുക, MLA തള്ളിപ്പറയുക, അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശുദ്ധമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. മഞ്ജുഷ്, ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, കേരളത്തിലെ പ്രതിപക്ഷം ഇത്ര ഗതികെട്ട നിമിഷത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല. ഇപ്പൊ പ്രതിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുന്നത് ഭരണപക്ഷ MLA ആയ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ മറപിടിച്ചുകൊണ്ട് അതിനെ ഞങ്ങൾ തുടർന്ന് അന്വേഷിക്കും, അതിൽ അങ്ങനെയൊന്നും അൻവറിന് പിന്തിരിഞ്ഞോടാനാവില്ല തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ നാം പരിശോധിക്കേണ്ടത് PV അൻവറിനെ പോലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ വെറാസിറ്റിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനു വേണ്ടി സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ. ആ അന്വേഷണം നടക്കട്ടെ. പിന്നെ ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളെ സംബന്ധിച്ചു ഇതിലൊരു വലിയ ഞാൻ പറയട്ടെ, ഹസ്കർ ഈ അന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഇന്റലിജൻസ് സംവിധാനം വഴി മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണമെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുകയാണെന്ന് വെച്ചോളൂ. മറിച്ച് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്നാണ് റിപ്പോർട്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? മുഖ്യമന്ത്രിയാണ്. കാരണം തൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. അതൊരു ഭരണപക്ഷ MLA പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പുറത്തു വരുന്നതെന്ന് അറിയുമ്പോൾ അതിൻ്റെ പേരുദോഷം ആർക്കാണ്? അവിടെ പ്രതിച്ഛായ നഷ്ടം ആർക്കാണ്? മുഖ്യമന്ത്രിക്കും സർക്കാരിനുമാണ്. അല്ല മഞ്ജുഷ്, നിങ്ങൾക്ക് വരുത്തി തീർക്കാൻ നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷ്ക്രിയനായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നു എന്നുള്ളതാണ് ആ നറേറ്റീവ് എങ്കിൽ അത് അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് ഇത് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നിങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾക്കെന്നല്ല, ഇത് ഉന്നയിച്ച ആളുകൾക്കും ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഉന്നയിച്ച ആളുകളെ താങ്കൾ പറയുമ്പോൾ താങ്കൾ അൻവറെ തള്ളിപ്പറയുകയാണല്ലോ അല്ലേ? അങ്ങനെ കരുതാമല്ലോ. നിശ്ചയമായും ഇക്കാര്യത്തെ സംബന്ധിച്ച് അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കപ്പെടണം, ഒരു സംശയമില്ല. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ MR അജിത്തിനെ പോലുള്ള അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം ഒരു കറപ്റ്റഡ് ഓഫീസറാണെന്ന് ശത്രുക്കൾ പോലും നാളിതുവരെ പറഞ്ഞതായി എനിക്കറിയില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം തന്റെ കീഴുദ്യോഗസ്ഥരെ മ്ലേച്ഛവും മൃഗീയവുമായ ഭാഷയിൽ പലപ്പോഴും അദ്ദേഹം ശകാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു കർത്തവ്യ ഉത്സുകനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ പല ഘട്ടങ്ങളിലും അദ്ദേഹം
അദ്ദേഹം ശത്രുതയ്ക്ക് പാത്രമാവാനായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങളെ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം പരിശോധിക്കാൻ. അത് മാത്രമല്ല, വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തികളുമുണ്ട്. വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തെറിക്കാനിടയായ സാഹചര്യം താങ്കൾക്ക് അറിയാമല്ലോ. 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ MR അജിത് കുമാർ വന്നത് അതിനേക്കാൾ വലിയ പോസ്റ്റിലേക്കാണ്. ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ പദവിയിലേക്കാണ് വരുന്നത്. അതായത് ഇവിടെ DGPയേക്കാൾ പവർ ADGP ആയ MR അജിത് കുമാറിനാണ്. അന്ന് വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചതിന് കാരണം എന്താണ്? സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആ ആരോപണമാണ്. അത് ശരിയാണെന്ന് തെളിഞ്ഞതിന് ശേഷമാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതിന്റെ ശബ്ദരേഖ പോലും പുറത്തു വന്നു. അല്ല, അത് മഞ്ജുഷ പറയുന്നതിൽ അന്ന് വന്നിട്ടുള്ള ആരോപണങ്ങളുടെ വസ്തുതകളിലേക്ക് പോകുന്നതിനപ്പുറം നമുക്കിപ്പോ വന്നിട്ടുള്ളത് അതിനേക്കാളും വലിയ തോതിൽ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണെന്നിരിക്കെ ആ ആരോപണങ്ങളുടെ പിന്നാലെ നാം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കണം. അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഗവൺമെന്റ് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുന്നേ. അതിന്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി പരിശോധിക്കപ്പെടണം. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വലിച്ചെടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാർ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുമായിട്ടുള്ള ഒരു ലെയ്സൺ ഓഫീസർ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിംഗ് ഓഫീസർ എന്ന നിലയിലാണ് എപ്പോഴും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രവർത്തിക്കുക. കാര്യം പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ നടപ്പിലാക്കുക എന്നുള്ള ദൗത്യമാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് കൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരത്തിലൊരു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അതും പരിശോധിക്കുന്നതിനും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിനും പാർട്ടിക്കാവുമല്ലോ. ഇവിടെ ഇന്റലിജൻസ് സംവിധാനം അങ്ങനെ മോശമാണെന്നോ അല്ലെന്നേ. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കുഴപ്പം കാണിച്ചാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ബ്രീഫിംഗിൽ മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തും. അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കുന്നുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ ഇതൊരു ഭരണപക്ഷ MLA തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. ഈ ഇന്ത്യൻ സംവിധാനം ഉണ്ടെങ്കിൽ ഈ PV അൻവർക്ക് വന്ന് ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അൻവറിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട്. അതിൽ വസ്തുതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആര് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലെ പ്രശ്നമേ അല്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ ഉണ്ടോ എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിലേക്കാണല്ലോ ഇപ്പൊ വിരൽ ചൂണ്ടുന്നത്. അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇവിടെ UDF സംബന്ധിച്ചിടത്തോളം ശ്രീ PV അൻവർ വളരെ കൃത്യമായി സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം വെച്ചു. അതെല്ലാം പച്ചക്കള്ളമാണെങ്കിൽ നമുക്ക് ഇൻകൾപ്പറ്ററിയും എക്സ്കൾപ്പറ്ററി പാർട്ട് ഒരു കേസിനെ സംബന്ധിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുമോ? അങ്ങനെയല്ലല്ലോ എടുക്കേണ്ടത്. തനിക്ക് അനുകൂലമാവുന്ന കാര്യങ്ങൾ മാത്രം തങ്ങൾ എടുക്കുന്നു എന്നും തങ്ങൾക്കെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ തങ്ങൾ നിരാകരിക്കുന്നു എന്ന് പറയുന്ന നിലപാടാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും UDF അതുപോലെ BJP എടുക്കുന്നത്. അപ്പോൾ ആ തങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ തെളിവുകളില്ല, അതൊക്കെ നിഷേധിക്കുന്നു. പക്ഷേ മറ്റതിനൊക്കെ വലിയ അപകടം പിടിച്ച അല്ലെങ്കിൽ പരിതാപകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് വിരൽ ചൂണ്ടുന്നത് യാഥാർത്ഥ്യബോധത്തോടെ അല്ല എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ്